ഞാൻ ഇനി എന്ത് ചെയ്യണം റസാഖ്? അവര് പറഞ്ഞത് പ്രകാരം നിങ്ങളെ ആരെയും സഹായത്തിന് കൂട്ടാതെ അവര് പറഞ്ഞ തുകയും ഒപ്പിച്ച് ഞാൻ അവരെ വിളിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ അവര് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി നഷ്ടപ്പെടുക. വിഷ്ണുവേട്ടനെ കൊണ്ടല്ലാതെ എനിക്ക് എന്റെ വീട്ടിലേക്ക് ചെല്ലാനാവില്ല. ഇനി എന്താ ചെയ്യാ? അവര് പറഞ്ഞത് പ്രകാരം മുഴുവൻ തുകയായിട്ടല്ലേ ഞാൻ വന്ന് നിൽക്കുന്നേ. അത് വാങ്ങി അവർക്ക് എന്റെ വിഷ്ണുവേട്ടനെ തരുന്നതിൽ അവരെന്തിനായി മടിക്കുന്നേ? ഇനി എന്റെ വിഷ്ണുവേട്ടനെ അവരെന്തെങ്കിലും ചെയ്തു കാണോ? അങ്ങനെയൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. മാഡത്തിന്റെ ഹസ്ബൻഡ് അവർക്കിപ്പോ പൊന്മുട്ട ഇടുന്ന താറാവ് തന്നെ. അതില്ലാതാക്കാൻ എന്തായാലും അവര് നോക്കില്ല. പിന്നെ എന്തുകൊണ്ട് അവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ക്യാഷ് കയ്യിൽ കിട്ടിയ നിമിഷം മുതലുള്ള വിളിയാ ഞാൻ. അവരെന്താ ഇപ്പൊ ഫോൺ എടുക്കാത്തെ? അത് എന്നെ ഭയപ്പെടുത്തുന്നേ. സംഭവിച്ചത് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം അവൻ പറഞ്ഞ പ്രകാരം നമ്മൾ പണവുമായി ചെല്ലുന്നു. അവര് പറഞ്ഞത്രയും തുക നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. മാഡത്തിന്റെ ഹസ്ബൻഡിനെ തിരിച്ചേൽപ്പിക്കാതിരിക്കാനായി അവര് പറയുന്ന 2 കാരണങ്ങളിൽ ഒരു കാരണമായി അവര് പറയുന്നത് പറഞ്ഞിരുന്ന തുകയിലെ കുറവാണെന്നാണ്. മറ്റൊന്ന് പോലീസിന്റെ സാന്നിധ്യവും. ഓക്കെ. രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് പറഞ്ഞ തുകയിലും ഇരട്ടി തുകയാണ്. പണം സെറ്റാക്കി ആരുടെയും സഹായമില്ലാതെ മാഡം അവരെ വിളിക്കുന്നു. പക്ഷെ അവരുടെ ഫോണിലേക്ക് കോള് പോകുന്നില്ല. ഇതാണ് നിലവിലിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതെ, അവരുടെ ഈ പിന്മാറ്റം അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മാഡത്തിനെ സങ്കടപ്പെടുത്താനോ മനസ്സ് തളർത്താനോ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. അവരുടെ കസ്റ്റഡിയിൽ വിഷ്ണു എന്ന് പറയുന്ന മാഡത്തിന്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിലും. മനസ്സിലായില്ല. അല്ല, അങ്ങനെയും സംഭവിക്കാലോ. നമ്മളെ ബോധ്യപ്പെടുത്താനായി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ചിത്രമോ ഒരു ശബ്ദ സന്ദേശമോ അവര് നമുക്ക് അയച്ചു തന്നിട്ടുമില്ല. ആകെയുള്ള ഒരു ഉറപ്പ് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന വാക്കാലുള്ള ഒരു ഉറപ്പ് മാത്രമാണ്. ആ ഒരു ഉറപ്പിന്റെ പുറത്താ നമ്മൾ അവർക്ക് കൊണ്ടുപോയി ആദ്യത്തെ തവണ പണം കൊടുത്തതും. അതവര് വാങ്ങുകയും ചെയ്തു. പക്ഷേ ആളെ തന്നില്ല. അതെന്താ? അവര് പറഞ്ഞ ന്യായങ്ങളുടെ പുറത്തല്ല അവര് നമുക്ക് ആളെ തരാത്തത്. ഒന്നുകിൽ അവരുടെ കയ്യിൽ നിന്നും ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്താ റസാക്കി ചെയ്യണ്ടേ? മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം മാഡത്തിന്റെ ഹസ്ബൻഡ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാഡം വീട്ടിലെത്തുമ്പോ മാഡത്തെ കാത്ത് അദ്ദേഹം വീട്ടിലുണ്ടാവും. ഉറപ്പാ.